ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ മൈലാഞ്ചി ഇല കൊണ്ട് നല്ല ബ്രൈറ്റായിട്ട് എങ്ങനെ മൈലാഞ്ചി ഇടാമെന്ന് നോക്കാം. അതേപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മെഹന്തി കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്നും നോക്കാം. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ മൈലാഞ്ചി ഇല പിച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ തേയില ഇട്ട് കൊടുക്കണം. ഈ തേയിലയിൽ ഏലക്ക പൊടിച്ച തേയിലയായിരുന്നു, വേറെ തേയില ഇല്ലായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പം ഞാൻ ദാ വറ്റിച്ച് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈലാഞ്ചി അരച്ചെടുക്കാം. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് ശകലച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. അല്ലെങ്കിൽ കല്ലിൽ ഇതേപോലെ മൈലാഞ്ചി ഇല വെച്ച് ഇതേപോലെ കുറേശ്ശെ ഒഴിച്ച്, ഒരുപാട് വെള്ളം ആവരുത്, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കയ്യിലിട്ട് കൊടുക്കാം. ഞാനിത് തൊപ്പിയായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ ഇട്ടേക്കുന്നത് രാത്രിയാണ്. രാത്രി എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ, മക്കളുള്ളതുകൊണ്ട് മോള് സമ്മതിക്കത്തില്ല. ഇത് ഞാൻ രാത്രി ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങുമല്ലോ, ഉണങ്ങുമ്പോഴത്തേക്ക് ഞാനിതങ്ങ് ഊരി മാറ്റിയിട്ട് പിന്നെ കൈ കഴുകില്ല, രാവിലെ കഴുകത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതേപോലെ നല്ല ചുമന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്തായാലും കുറേ നാളത്തേക്ക് ഇത് കിടക്കും. ഇനി നമുക്ക് മെഹന്തിയുടെ കോൺ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് ഞാൻ എടുത്തേക്കുന്നത് റെക്സോണ സോപ്പിൻ്റെ കവറാണ്. അത് അത്യാവശ്യം കട്ടിയുള്ളൊരു കവറാണ്. അത് ഇതേപോലെ കോണാക്കി എടുത്തിട്ട് ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ അരച്ച മൈലാഞ്ചി ഇതിലൂടെ നമുക്ക് ഡിസൈനായിട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. അതിനായിട്ട് നമ്മൾ മൈലാഞ്ചി ഉണക്കി പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ തേയിലയുടെ മിക്സില്ലേ അതും കൂടെ ചേർത്ത് പേസ്റ്റാക്കിയിട്ട് ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ മടക്കി മുകളിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നമ്മൾ വലിയ ഹോളായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡോട്ട് മാത്രമേ ഇടാൻ പറ്റൂ. ഇത് വെച്ച് വലുതായിട്ടൊന്നും ഡിസൈനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.